ഹായ്, നമസ്കാരം സുഹൃത്തുക്കൾ. മാഞ്ഞാലി കൃഷി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പടവലത്തിന്റെ പൂ വിരിയുമ്പോഴും കായ ഉണ്ടായി തുടങ്ങുമ്പോഴും വളം ചെയ്യുന്ന രീതിയെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം പടവലത്തിന്റെ അടിഭാഗം വേരുമ്പോ തട്ടാത്ത രീതിയിൽ നല്ലപോലെ മണ്ണ് കുത്തിയിളക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി വേണം കേട്ടോ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട്. ചാണകപ്പൊടി നമ്മുടെ പടവലത്തിന്റെ കടയ്ക്ക തണ്ടുമ്പോ തട്ടാത്ത രീതിയിൽ ചുറ്റോറും ഇതുപോലെ നട്ടു കൊടുക്കാം. അതിനുശേഷം കുറച്ച് വളം ഞാൻ എടുത്തിട്ടുണ്ട്. കനകമീൽ എന്നാണ് ഇതിന്റെ പേര്. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ്. അത് നമ്മൾ ഇതിന്റെ ചുറ്റോറം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേപ്പും പിണ്ണാക്ക് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക. ഇനി നമുക്ക് മണ്ണുകൊണ്ട് നമുക്കിതൊന്ന് മൂടി കൊടുക്കാം. ഇത് നോക്കൂ, തക്കാളി തൈ കേട്ടോ. തക്കാളി തൈ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സെയിം മെത്തേഡ് തന്നെ ഇതിൽ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഈ വളം ചെയ്തതിന് ശേഷം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഒരു വളം കൂടി ചെയ്യേണ്ടതുണ്ട്. അതിന്റെ വീഡിയോ അടുത്ത ആഴ്ച ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണാൻ ശ്രമിക്കുക. തക്കാളി തൈന്റെ കടയ്ക്ക് വേണ്ട ഇങ്ങനെ വേര് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പൊ നമുക്ക് മണ്ണിട്ട് മൂടി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വളത്തിന്റെ മുകളിൽ നേരത്തെ പടവലത്തിന് ചെയ്ത പോലെ തന്നെ മണ്ണ് ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ മൂടി കൊടുക്കുക. മഴക്കാലത്ത് തക്കാളി കൃഷി തക്കാളി ഉണ്ടായി കിട്ടും, പക്ഷെ കായ്ഫലം വളരെ കുറവായിരിക്കും. മഴക്കാലത്ത് വഴുതനങ്ങ അതുപോലെ തന്നെ വെണ്ട ഒക്കെ നല്ലതുപോലെ ഉണ്ടായി കിട്ടും. അതുപോലെ തന്നെ നല്ല കായ്ഫലം ലഭിക്കും. വഴുതനങ്ങ കൃഷിയെക്കുറിച്ചും വെണ്ട കൃഷിയെക്കുറിച്ചും അടുത്ത് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തക്കാളി തൈ ഇപ്പോൾ ഇത് കണ്ടോ, പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വളം ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 തക്കാളി തൈയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ വീട്ടുമുറ്റത്തും തക്കാളി കൃഷി ചെയ്യൂ. വിഷമില്ലാത്ത തക്കാളി നമുക്ക് വീട്ടിൽ വിളയിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.